ടാറ്റ ട്രസ്റ്റ് ബോർഡിലേക്ക് മെഹ്ലി മിസ്ട്രിക്ക് പുനർനിയമനം കിട്ടില്ല. ആജീവനാന്ത ട്രസ്റ്റിയാക്കുന്നതിന് ചെയർമാൻ നോയൽ ടാറ്റ, വൈസ് ചെയർമാൻ വേണു ശ്രീനിവാസൻ, എതിർപ്പുകൾക്കിടയിൽ പുനർനിയമനം നേടിയ വിജയ് സിംഗ് എന്നിവർ എതിർത്തു. ഏകകണ്ഠമല്ലാതെ ഒരാൾ പോലും എതിർത്താൽ പുനർനിയമനം പറ്റില്ലെന്നാണ് ചട്ടം. ടാറ്റയിലെ പ്രശ്നങ്ങൾ പുതിയ വഴിത്തിരിവിൽ. പൊതുമേഖലാ ബാങ്കുകളിലെ FDI അനുപാതം 49% ഉയർത്തുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഓഹരി വിപണിയിൽ SBI, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് തുടങ്ങി വിവിധ ബാങ്ക് ഓഹരികൾക്ക് കയറ്റം. നിഫ്റ്റി PSU ബാങ്ക് ഉയർന്നത് 1.4%. സർക്കാർ നിയന്ത്രണം മൂലം ഗെയിമിംഗ് രംഗത്തെ വരുമാനം 95% ഇല്ലാതായതോടെ ഈ രംഗത്ത് പ്രമുഖരായിരുന്ന Dream11 സ്റ്റോക്ക് ബ്രോക്കിംഗ് മേഖലയിലേക്ക് 26 കോടി വരുന്ന ഉപയോക്താക്കളെ പുതിയ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ വ്യാപാര തുടക്കത്തിൽ സാങ്കേതിക പ്രശ്നം മൂലം പ്രവർത്തന തടസ്സം. ഡിസാസ്റ്റർ റിക്കവറി സൈറ്റിലൂടെ വ്യാപാരം തുടരാൻ ശ്രമിച്ചെങ്കിലും സ്വർണ്ണ, വെള്ളി അവധി വ്യാപാരം അടക്കം വൈകി. 240 കോടി രൂപ വരുന്ന UAE ലോട്ടറി ഇത്തവണ അബുദാബിയിലെ പ്രവാസി ഇന്ത്യക്കാരനായ അനിൽകുമാർ ബൊല്ലയ്ക്ക്. മറ്റാരും പങ്കാളിയല്ലാത്തതുകൊണ്ട് കിട്ടുന്ന മുഴുവൻ തുകയും ബല്ല വീട്ടിൽ കൊണ്ടുപോകും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.